ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് ആൻജൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുതിയ കഥയാണ്. അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാമല്ലേ. എൻ്റെ പേര് അജ്മൽ. എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 9 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സൗദിയിലേക്ക് തിരിച്ചു മടങ്ങി. അതിനിടെ ഭാര്യയുമായി നല്ലതുപോലെ സന്തോഷിച്ചു. ലീവ് എനിക്ക് 3 മാസം കിട്ടിയിരുന്നു. എങ്കിലും കൂടെ ഉണ്ടായിരുന്ന സിറിയക്കാരൻ്റെ പെങ്ങൾ മരണപ്പെട്ടത് കാരണം അവൻ നാട്ടിൽ പോയി. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കയറേണ്ടി വന്നു. പിന്നീട് 1 മാസത്തിന് ശേഷം അവൻ തിരികെ വന്നപ്പോൾ അവൻ തന്നെ എനിക്ക് ടിക്കറ്റ് എടുത്തു തന്നു. 3 മാസത്തേക്ക് വീണ്ടും ലീവ് ശരിയാക്കി തന്നു. ഞാൻ സൗദിയിലുണ്ടായിരുന്ന ആ 1 മാസത്തിനിടെ എൻ്റെ ഭാര്യ, പേര് ഷഹാന, അവൾ അടുത്ത കൂട്ടുകാരികൾ ചേർന്ന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പ്. ഏകദേശം ഓരോ സമയത്ത് കല്യാണം കഴിഞ്ഞ മൊത്തം 4 ഫാമിലീസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അവരെപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നു. അതിൽ ഒരു കുട്ടിയുടെ പേര് റിയ. എല്ലാവരും അവളെ കളിയാക്കും. ഏതോ ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് ഞാൻ റൂമിലിരുന്ന് ഫോൺ നോക്കിയപ്പോഴാണ് എല്ലാവരും ചേർന്ന് റിയയെ പൊങ്കാലയിടുന്നത് ഞാൻ കാണുന്നത്. എന്തോ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഞാൻ അതിൻ്റെ ഭാഗം ചേർന്ന് സംസാരിച്ചു. കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ തിരിച്ച് കളിയാക്കി. ആ ഒരു ദിവസം അവൾ എല്ലാവരുടെ മുന്നിൽ ഒന്ന് മെയിനായി. അങ്ങനെ പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്നും ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഒരു കട്ടനുമായി ബാൽക്കണിയിൽ നിന്നും വീണ്ടും ഒന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ റിയയുടെ 5-6 മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ ഒരു വാട്സപ്പ് കോളും. ഞാൻ വേഗം മെസ്സേജ് ഓപ്പൺ ആക്കി. ഹായ് ക, താങ്ക്സ് കേട്ടോ കൂടെ നിന്നതിന്. നിങ്ങൾ പൊളിയാണ്. ശരിക്കും കണ്ണിൽ നിന്ന് വെള്ളം വരികയായിരുന്നു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയനെ. പിന്നെ ഇക്ക, ഞാൻ മെസ്സേജ് അയച്ചത് ഷഹാന അറിയണ്ട കേട്ടോ. കാരണം ഞങ്ങൾ 4 പേരും കൂടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ അറിയാത്ത ഒരു റോള് കൂടി ഞങ്ങൾ ഏറ്റെടുത്തിരുന്നു. ആരും മറ്റു ഭർത്താക്കന്മാർക്ക് മെസ്സേജ് അയക്കരുതെന്ന്. ഇനി ഏതെങ്കിലും ഭർത്താക്കന്മാർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ അതാത് ഭാര്യമാരെ അറിയിക്കുക. സോറി ഇക്ക, ഒരു താങ്ക്സ് പറയാതെ നിൽക്കാൻ മനസ്സ് സമ്മതിച്ചില്ല, അതാട്ടോ. പിന്നെ ഒരു ഹായ്, പിന്നെ ഒരു പോയോ. ഇതൊക്കെയായിരുന്നു അവളുടെ മെസ്സേജ്. ഞാൻ അവൾക്ക് റിപ്ലൈ കൊടുത്തു. ഇല്ലടോ, ഞാൻ പറയില്ല. എനിക്കെന്തോ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി. അതാ അവർക്കിട്ടൊന്ന് കൊട്ടിയത്. ഞാൻ റിപ്ലൈ അയച്ചു. അപ്പോഴേക്കും അവളെ ഓൺലൈനിൽ കാണിച്ചു. അവളുടെ റിപ്ലൈ വന്നു, താങ്ക്സ്, കൂടെ ഒരു സ്മൈലിയും. ഞാനും തിരിച്ചൊരു സ്മൈലി ഇട്ടു. നാളെ ഗ്രൂപ്പിൽ കാണാം എന്ന് മെസ്സേജും ഇട്ടു. അപ്പോഴേക്കും അവളുടെ മെസ്സേജ് വന്നു. ഇക്ക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിക്കടോ. അല്ല ഇക്ക, ഇക്ക എന്താ പെട്ടെന്ന് തിരിച്ചു പോയേ? ഞാൻ ആ കാര്യം അവളോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായില്ലേ പോയപ്പോൾ? അവൾ ചോദിച്ചു. ആ, സങ്കടമായടോ. കരഞ്ഞോ? പിന്നെ കരയാതെ, പക്ഷേ വെളിയിൽ കാണിച്ചില്ല. അത്രയ്ക്ക് ഇഷ്ടമാണോ സഹുവിനെ? എൻ്റെ ഭാര്യയെ അവർ വിളിക്കുന്നത് സഹു എന്നാണ്. പിന്നെ അല്ലാതെ. അവൾക്കും വലിയ ഇഷ്ടമാണ് നിങ്ങളെ. നിങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ അവൾ നിർത്തില്ല, അവൾ പറഞ്ഞു. ആണോ? ആ, അതെ. അല്ല, നിൻ്റെ കെട്ടിയോനവിടെ? ഞാൻ അവളോട് ചോദിച്ചു. മൂപ്പര് ബാംഗ്ലൂരാണ്. അപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടില്ലേ? അവൾ എന്നോട് ചോദിച്ചു. ഏയ് ഇല്ലടോ. അതെന്താ? ആ, അതറിയില്ല. അടിപൊളി, നമ്മൾ ഫ്രണ്ട്സായിട്ടും പരിചയപ്പെട്ടില്ലേ? ആ, ഇനിയും സമയമുണ്ടല്ലോ, പരിചയപ്പെടാം, ഞാൻ പറഞ്ഞു. ഗുഡ് ബോയ്. മൂപ്പർക്ക് അവിടെ ഒരു മൊബൈൽ ഷോപ്പാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി, അവൾ പറഞ്ഞു. ആ, അത് ഷഹാന പറഞ്ഞിരുന്നു. ആ, പിന്നെ നിങ്ങളല്ലേ 2 ഇയർ കഴിഞ്ഞ് ബേബി മതിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആള്? ഞാൻ ചോദിച്ചു. അതെ, അവൾ പറഞ്ഞതാണോ? ആ, അതെ. അല്ല,
പടച്ചോൻ തരുമ്പോൾ അങ്ങ് വാങ്ങിക്കൂടെ? ഞാൻ അവളോട് ചോദിച്ചു. സത്യത്തിൽ തരാഞ്ഞിട്ടാന്നേ, ആവുന്നില്ല എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മടി, അതാ അങ്ങനെ പറഞ്ഞ് ഒപ്പിക്കുന്നേ, അവൾ പറഞ്ഞു. ആ സോറി കേട്ടോ. ഏയ് സാരില്ലിക്ക, പിന്നെ നിങ്ങളാരോടും പറയണ്ട. ഏയ് ഞാൻ പറയൂലെന്നേ. അല്ല നിങ്ങൾക്ക് വേണ്ടേ? അവൾ ചോദിച്ചു. ആ വേണം. അതെങ്ങനെയാ? അപ്പോഴേക്കും അങ്ങോട്ട് ഓടിയില്ലേ? ആ ഞാൻ വരുന്നുണ്ട്, പൂർവാധികം ശക്തിയോടെ. ഓഹോ, അവിടെയുള്ള ഒട്ടകപ്പാലും ഈന്തപ്പഴവും തിന്ന് അതിനെ കൊല്ലുവോ? അവൾ ഒരു കളി പോലെ ചോദിച്ചു. ഒന്നും പറയാൻ പറ്റില്ല, 1 മാസമായി കെട്ടിവെച്ചതൊക്കെ അഴിച്ചു വിടാനുണ്ട്, ഞാൻ പറഞ്ഞു. അപ്പോൾ അഴിച്ചു വിടാറൊന്നുമില്ലേ? അവൾ ചോദിച്ചു. അതിന് അവൾ അവിടെയല്ലേ. ഓ അതിനെന്തായിക്ക, തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ തന്നെ വേണമെന്നില്ലല്ലോ, കൈകൊണ്ട് മലക്കാലോ, അവൾ പറഞ്ഞു. ആ ഒരു ഡയലോഗിൽ ഞാനൊന്ന് നെട്ടിയെങ്കിലും ഞാനത് കോമഡിയാക്കി. കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ചത് മറ്റേതല്ലേ? ഞാൻ അവളോട് ചോദിച്ചു. അവൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു ഇമോജി ഇട്ടു. അത്തരം ദുശീലങ്ങൾ നെഹീഹെ എന്ന് ഞാൻ ചുമ്മാ തള്ളി. അത് കള്ളം, എനിക്കറിഞ്ഞൂടെ മോനെ. ഏയ് ഇല്ലടോ, കാര്യമായിട്ട്. ഞാനതങ്ങ് വിശ്വസിക്കില്ല. അതെന്താ? ഇങ്ങളെ കണ്ടാലറിയാം ഇങ്ങൾ ഇച്ചിരി പെശകാണെന്ന്, അവൾ പറഞ്ഞു. ആണോ? അതെ, 100% ആ എന്നാൽ ചിലപ്പോൾ ആയിരിക്കും. അയ്യോ ഷഹാനിൻ്റെ കാര്യം ഗോവിന്ദ, അവൾ പറഞ്ഞു. എൻ്റെ ഒരു നിഗമനം വെച്ച് നീയും ഒരു കില്ലാടിയാണ്, ഞാൻ അവളോട് പറഞ്ഞു. അതിന് നിങ്ങൾക്കെന്നെ കണ്ട ഓർമ്മയുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ? അത് നിൻ്റെ സംസാരത്തിൽ തോന്നി. ഓ ഞാനിച്ചിരി ഓവറായി പോയല്ലേ? അവൾ ചോദിച്ചു. ഏയ് ഇല്ലപ്പ, ജസ്റ്റ് ജോക്ക്. അല്ല, എനിക്ക് തോന്നി കുറച്ച് ഓവറായി. സോറി, ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ. ഹ സാരില്ല പെണ്ണെ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ. ഓക്കെ. എങ്കിൽ കുഴപ്പമില്ല, ഞാൻ വാക്കുകൾ ഇനി ശ്രദ്ധിച്ചോളാം. ഹ വേണ്ടെന്നേ, എനിക്ക് ഇങ്ങനെയാ ഇഷ്ടം. നിൻ്റെ ഈ വായടിത്തരം എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഞാൻ പറഞ്ഞു. ആണോ? താങ്ക് യു. പക്ഷേ എൻ്റെ കെട്ടിയോന് ഇത് തീരെ ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞാൽ മിണ്ടാപ്പൂച്ചയായ ഷഹാനയാണ് എൻ്റെ കെട്ടിയോന് കിട്ടേണ്ടിയിരുന്നത്, അവൾ പറഞ്ഞു. അയ്യടാ, ഞാൻ കൊടുക്കൂല അവളെ, ഞാൻ പറഞ്ഞു. അയ്യടാ, അല്ലെങ്കിൽ ഞാനും കൊടുക്കൂല എൻ്റെ കെട്ടിയോനെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഓക്കെ ഓക്കെ, ഞാൻ വിട്ടു. അല്ല മാഷേ, നിങ്ങളെന്നെ കണ്ടിട്ടേയില്ല? അവൾ ചോദിച്ചു. ഇല്ലടോ, എനിക്ക് ഓർമ്മയേയില്ല. ആണോ? നിങ്ങളുടെ മാരേജിനൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ആ അന്ന് പിന്നെ കുറേ പേരുണ്ടായില്ലേ, എനിക്ക് ഓർമ്മയില്ലടോ. ഓക്കെ, എന്നാൽ ഞാൻ എൻ്റെ പിക്ക് അടക്കാം, കണ്ടിട്ട് വേഗം ഡിലീറ്റ് ആക്കണം, ഇനി അഥവാ ഷഹാന കണ്ട എന്നെ കൊല്ലും, അവൾ പറഞ്ഞു. ആ ഓക്കേടോ. അതും പറഞ്ഞ് അവൾ അവളുടെ ഫോട്ടോ അയച്ചു തന്നു. ഞാൻ അവളുടെ ഫോട്ടോ കണ്ടു. എന്താ ഇപ്പം പറയാ, ഞാൻ വിചാരിച്ചാലും സൂപ്പർ. അവൾ അപ്പോൾ തന്നെ അത് ഡിലീറ്റാക്കി. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇതാരാ? ഞാൻ തന്നെയാണ്, അവൾ മറുപടി അയച്ചു. ഇതോ? നീയോ? സത്യം പറ. ഹ ഞാനാ മനുഷ്യ ഇത്. ഇത്ര മൊഞ്ചുണ്ടോ നിനക്ക്? മൊഞ്ചുണ്ടോ ഞാൻ? അവൾ ചോദിച്ചു. ഇത് നിൻ്റെ പിക്കാണെങ്കിൽ നീ ഒടുക്കത്തെ മൊഞ്ചാ. അയ്യോ ഞാൻ പൊങ്ങിപ്പോകട്ടോ, അവൾ പറഞ്ഞു. സത്യം, എന്ത് മൊഞ്ചാ നിനക്ക്? എന്താണ്, ഷഹാനയെ എക്സ്ചേഞ്ച് ചെയ്യുന്നോ? അവൾ ചോദിച്ചു. അത് ഒന്നാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്തു പോകട്ടോ, ഞാൻ പറഞ്ഞു. ആഹാ, അത്രയ്ക്ക് മൊഞ്ചുണ്ടോ ഞാൻ? പിന്നെ അല്ലാതെ. പക്ഷേ എൻ്റെ കെട്ടിയോന് അതൊന്നും നോക്കാൻ നേരെയില്ലെന്നേ. ആണോ? എന്നാലേ കെട്ടിയോനോട് പറഞ്ഞേക്ക്, നേരെയുള്ള വല്ലവനും കൊത്തിക്കൊണ്ട് പോവും ഈ മാമ്പഴമെന്ന്. ഈ മാമ്പഴം പോകണമെങ്കിൽ മാമ്പഴത്തിന് കൂടി തോന്നണം കേട്ടോ, അവൾ പറഞ്ഞു. അങ്ങനെ തോന്നുമോ? ഞാൻ ചോദിച്ചു. അത് അത്രയ്ക്കിഷ്ടം തോന്നി കിളി വന്നാൽ ചിലപ്പോൾ തോന്നിപ്പോകുമോ എന്ന് ഒരു ഡൗട്ടുണ്ട്, അവൾ പറഞ്ഞു. ആ കിളി ഞാനായി പോകുമോ എന്ന് എനിക്കൊരു പേടിയുമുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്,
അവൾ പറഞ്ഞു. ഹോ, വെറുതെ കൊതിപ്പിക്കല്ലേ മോളെ. അതിനെന്താ, വെറുതെ ആഗ്രഹിക്കാലോ. ഈ പെണ്ണ് തുണി കൈകൊണ്ട് അലക്കും. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. അവൾ പറഞ്ഞു. ഈ പെണ്ണിത് വേണമെങ്കിൽ വന്ന് മെഷീനിലിട്ടോട്ടോ. അവൾ പറഞ്ഞു. വരണോ? ആ, വരുവാണെങ്കിൽ വാ. വന്നാ എന്ത് തരും? അത് വരുമ്പോൾ പറയാം, അവൾ പറഞ്ഞു. അങ്ങനെ ആ സംസാരം രാവിലെ വരെ നീണ്ടു. രാവിലെ 5:30 ആയപ്പോൾ അവൾ കോൾ വെച്ചു. അങ്ങനെ ഞങ്ങൾ ഒരാഴ്ചയോളം ഇങ്ങനെ കോൾ വിളിച്ചു. ഗ്രൂപ്പിൽ അവളുമായി അത്ര അടുപ്പം കാണിച്ചില്ലെങ്കിലും ഞങ്ങൾ പുറമേ ഒരു ലോകം സൃഷ്ടിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ നാട്ടിലേക്ക് മടങ്ങി വരാനിരിക്കെ തലേ ദിവസം ഞങ്ങളൊരു പ്ലാൻ ഇട്ടു, ഒരു ട്രിപ്പ് പോകണമെന്ന്. ആദ്യം എല്ലാ ഫാമിലിയും ചേർന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് ഗ്രൂപ്പിൽ പറഞ്ഞില്ല. ആരും അറിയാതെ ഞാനും റിയയും വേറൊരു ട്രിപ്പിന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി 3-ാമത്തെ ദിവസം പോകാനാണ് പ്ലാൻ. ആ ദിവസം അവളെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ കല്യാണമുണ്ട്. ആ പേര് പറഞ്ഞാണ് അവൾ വരുന്നത്. കല്യാണ വീട്ടിൽ പോയി 4-5 ഫോട്ടോസ് എടുത്ത് സ്റ്റാറ്റസ് വെക്കാനാണ് പ്ലാൻ. അങ്ങനെ ഞാൻ അന്ന് കാറെടുത്തിറങ്ങി. വഴിയിൽ വെച്ച് അവളെയും പിക്ക് ചെയ്തു. ഞങ്ങളുടെ യാത്ര തുടങ്ങി. ബന്ധം എത്ര സത്യസന്ധമായാലും തെറ്റായ വഴിയിൽ തുടങ്ങുമ്പോൾ അതൊരാളെയും സന്തോഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.